ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ ചേർന്ന കുറേ സാമ്പാർ പൊടികളുടെ ലിസ്റ്റുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആദ്യമായിട്ട് നമുക്ക് കായം എടുക്കാം. ഇതുപോലെ ചെറിയ പീസുള്ള 10 പീസ് കായം ഞാൻ എണ്ണയിലിട്ട് ചൂടാക്കി എടുത്തതാണ് ഇത്. പിന്നെ വേണ്ടത് ആ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അത് ആ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3 ടേബിൾ സ്പൂൺ പച്ചരിയോ ബസ്മതി റൈസോ അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന മട്ട അരിയോ ഏത് അരിയായാലും മതി, അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊരു 1/4 ഭാഗം ആകുമ്പോഴത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഒന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതെടുത്ത് ഒരു പരന്ന പാത്രത്തിലോട്ട് ഇട്ട് മാറ്റി വയ്ക്കുക. ആ പാനിലേക്ക് തന്നെ 1/2 കപ്പ് കടലപ്പരിപ്പ്, നമ്മൾ പ്രഥമനൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ്, അതും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം അതൊന്ന് ഹാഫ് റോസ്റ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1/2 കപ്പ് മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും മൂപ്പ് പലതിനും പല ഇതായതുകൊണ്ടാണ് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് മൂപ്പിക്കാം. ആ മല്ലിയും കൂടി ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം അതും ആ പാനിൽ നിന്ന് മാറ്റി ഒരു പരന്ന പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു പിടി മുളക്, പിന്നെ ഒരു പിടി പിരിയൻ മുളകും, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എരിവ് കൂടാതിരിക്കാനും കളർ കൂടാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഇട്ടത്. അതിൻ്റെ കൂടെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് അതും നന്നായിട്ട് മൂപ്പിച്ച് മാറ്റുക. ഞാൻ ഒരു പിടി എന്ന് പറയുന്നത് ഒരു 10-20 മുളക് എടുത്താൽ മതി. കാരണം ഞാനൊരു 10-25 മുളക് എടുത്തു. എൻ്റെ മുളക് കുഞ്ഞു മുളകായതുകൊണ്ട് ഞാൻ 25 മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ വലിയ മുളകാണെങ്കിൽ ഒരു 20 മുളക് എടുത്താൽ മതി. അതുപോലെ തന്നെ പിരിയൻ മുളകും അതേപോലെ എടുത്താൽ മതി. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുമ്പോൾ നമ്മൾ കടയിൽ കിട്ടുന്ന അതേപോലത്തെ സാമ്പാർ പൊടി തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് കുറേ നാളിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഓണമൊക്കെ വരികയല്ലേ, നമുക്ക് സാമ്പാർ പൊടി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.